മാജിക് അവനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സ്വീറ്റ്സ്, ഹെവി ആയിട്ടുള്ള കുറേ ഡിഷസ് അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെൽത്തി എന്ന് പറയുമ്പോൾ അത് എപ്പോഴും കൂടുതലായിട്ടും നമ്മൾ സലാഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹെൽത്തി ടൈപ്പ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, പലതരം സലാഡുകൾ. അപ്പോൾ ഇന്ന് എന്തായാലും മാജിക് അവനിൽ കുറച്ച് സാലഡ്സ് കാണിക്കാമായിരിക്കും. കുറേ സലാഡുകൾ കാണിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ സാലഡ്സ്. ഇതിലിപ്പോൾ 1-2 സാലഡിൽ ഞാൻ മയോണീസൊക്കെ ചേർക്കും. ഇത് മയോണീസ് ഇല്ലാണ്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ വിത്തൗട്ട് മയോണീസ് നിങ്ങൾ ബാക്കി ഡ്രസ്സിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്താലും മതി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ 3 പലതരം സലാഡുകൾ കാണിക്കാൻ പോകും. ആദ്യം ചെയ്യാൻ പോകുന്ന സാലഡ്, ഇത് ഒരു സിമ്പിൾ സാലഡാണ്. ഇതിനകത്ത് കുറച്ച് വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് കുക്കുംബർ സാലഡാണ്. കുക്കുംബർ ആൻഡ് കോൺ സാലഡ്. കോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ, ബേബി കോൺ ആണ്. അതായത് മുറ്റാത്ത ചോളമില്ലേ, അതിങ്ങനെ വാങ്ങാൻ കിട്ടും, ടിന്നിൽ വാങ്ങാൻ കിട്ടും, പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ബേബി കോൺ, സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ക്രീം സ്റ്റൈലിൽ ടിന്നിൽ വരുന്നതാണ് നമ്മൾ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിൽ, സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പിലൊക്കെ ചേർക്കുന്നത്. ഇത് അങ്ങനെ അല്ലാണ്ട് ക്രീം ഒന്നും ഇല്ലാണ്ട് വെറുതെ കോണായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും സ്വീറ്റ് കോൺ. അപ്പോൾ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ടൊന്ന് കോരി എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി നോക്കാം എങ്ങനെയാണ് നമ്മുടെ കുക്കുംബർ ആൻഡ് കോൺ സാലഡ് തയ്യാറാക്കുന്നത്. കുക്കുംബർ ആൻഡ് കോൺ സലാഡ് ചേരുവകൾ: സലാഡ് കുക്കുംബർ 2 ചെറുത് ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിക്കുക. സവാള 1 മീഡിയം സൈസ്, അതും ഹാഫ് സ്ലൈസസ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കുക. സ്വീറ്റ് കോണ് 1 കപ്പ്. ഇനി ഡ്രസ്സിങ്ങിന് വേണ്ട ചേരുവകൾ: നല്ല കട്ട തൈര് അഥവാ യോഗേർട്ട് 1 കപ്പ്, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നല്ല തേൻ അഥവാ ഹണി 1 ടേബിൾ സ്പൂൺ, മല്ലിയില അരിഞ്ഞത് 2-3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2 വലിയ അല്ലി ചതച്ചത്. ഇവിടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. സലാഡിന് വേണ്ട കാര്യങ്ങൾ: കുക്കുംബർ ആൻഡ് കോൺ സലാഡ്. ഇതേ നോക്കിയേ, കോൺ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് കോൺ സെറ്റ്. ഇത് ടെൻഡർ കോൺസ് ആണ്. തിളച്ച വെള്ളത്തിൽ ഇട്ടാൽ തന്നെ അതങ്ങനെ പെട്ടെന്ന് തന്നെ ആകും, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് ബ്ലാൻഡ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ടോട്ടലായിട്ട് ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ബാക്കി കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് സലാഡ് കുക്കുംബറാണ്. ഇതെടുത്തിട്ട് ഇതിനെ നമ്മൾ ഹാഫ് സ്ലൈസസ്, ഇതിനകത്തെല്ലാം ഹാഫ് സ്ലൈസസിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഹാഫ് സ്ലൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഓക്കെ, ഈ രീതിയിൽ കട്ട് ചെയ്യാം. വീതി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ 4 ആക്കിയിട്ട് മുറിച്ചാലും മതി. ഈ രീതിയിൽ മുറിച്ചെടുക്കും. ഞാൻ മുറിക്കുന്ന കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് മാത്രം മാറ്റി വെച്ചത്. ഉള്ളിയും എല്ലാം ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് ഡ്രസ്സിങ് റെഡിയാക്കണം. എന്നിട്ട് മിക്സ് ചെയ്യാം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ കാര്യമാണ്, എന്നാൽ സ്വാദുള്ള ഒരു വിഭവമാണ്. അങ്ങനെ കുക്കുംബറെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. 2 ചെറിയ കുക്കുംബറായിരുന്നു, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നല്ല കരുകരുപ്പാണ്, ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ ക്രിസ്പി ആയിട്ടിരിക്കുക. അതാണ് അതിൻ്റെ ഒരു ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതല്ലേ. അപ്പോൾ ഒരു സലാഡായിട്ട് വരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ അതിമനോഹരമായ സ്വാദായിരിക്കും. ആദ്യം നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് യോഗേർട്ട് അല്ലെങ്കിൽ തൈരെന്ന് പറയാം, അതിങ്ങോട്ട് ചേർത്തിട്ട് ഏകദേശം ഒരു 1/4 കപ്പോളം, 1/4 മുതൽ 1 കപ്പ് വരെ ആയാലും കുഴപ്പമില്ല. അതിനകത്തേക്ക് വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടെന്ന് പറയാം. 2 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഏതാണ്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഇനി ഇച്ചിരി ഉപ്പ്, ഇന്ദുപ്പ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി ചില്ലി ഫ്ലേക്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്ര എരിവ് വേണം അതനുസരിച്ചിട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ. ഞാൻ 2 ടീസ്പൂൺ ഇച്ചിരി സ്പൈസ് അപ്പ് ചെയ്യാനായിട്ട്. ഇനി അതിന് സ്പൈസിനെസ് ഉണ്ട് എങ്കിലും അതിനകത്തേക്ക് ഒരല്പം എന്താ പറയുക, കുറച്ചൊരു മധുരം, അതാണ് തേൻ. ഒരു 1 ടേബിൾ സ്പൂൺ വരെ ആകാം. ഹണി. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് മല്ലിയില അതിൻ്റെ തണ്ടോടുകൂടി തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നല്ലൊരു മിക്സിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ്.
ഈ സലാഡിനുള്ള ഡ്രസ്സിങ് ഇതാണ്. ആ മല്ലിയിലയുടെ എല്ലാം ടേസ്റ്റ് ഇതിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ട് വരും. ഇനി വലിയ ബൗളിലേക്ക് ഈ കാര്യങ്ങളെല്ലാം ചേർക്കാം. കുക്കുംബർ, വെള്ളരിക്ക, ആ സലാഡ് കുക്കുംബർ ചേർത്തു. ഉള്ളി ചേർത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഉള്ളിയായിരുന്നു. പിന്നെ കോൺ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇച്ചിരി കൂടുതലാണ് ചേർക്കുന്നത്. കുക്കുംബർ ആൻഡ് കോൺ സലാഡിൽ കൂടുതൽ വരേണ്ടത് കറികൾ കോണും കുക്കുംബറും തന്നെയാണ്. മാത്രമല്ല ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് തന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി എന്തോ ഒരു പ്രത്യേക മണമാണ് വരുന്നത് ഈ സമയത്ത്. എല്ലാം ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള കാര്യങ്ങളാണ്. എല്ലാം കൂടി വരുമ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്, പക്ഷേ ഇതിൻ്റെ ഒരു മിക്സായി വരുമ്പോൾ ഒരു വേറൊരു ലെവലിലേക്കുള്ള മണമൊക്കെ വരും. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഡ്രസ്സിങ് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പമല്ലേ? എന്ത് നല്ല ടേസ്റ്റി സാലഡാണ്. ഇറ്റ്സ് വെരി നൈസ്, യമ്മി ആൻഡ് ഹെൽത്തി. കാണാനും നല്ല ഭംഗിയാണ്. ഒരു പ്രസൻറ്റ് ചെയ്ത് നമ്മൾ ടേബിളിലൊക്കെ വയ്ക്കുമ്പോൾ കാണാൻ വളരെ രസമായിട്ടിരിക്കും. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ ഡ്രസ്സിങ് എല്ലാം കംപ്ലീറ്റായിട്ട് മിക്സായി വരണം. കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് എങ്ങനെ വേണമെങ്കിലും അലങ്കരിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രത്യേക അലങ്കാരങ്ങളൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ലൈക്ക് ദിസ്. രണ്ടാമത്തെ സലാഡിലേക്ക് കിടക്കുന്നു. ഇതൊരു ഹെൽത്തി തന്നെയാണ്. ഇതിൽ പീനട്ട്സാണ് കൂടുതലായിട്ട് വരുന്നത്, വെജിറ്റബിൾസ്. അപ്പോൾ മിക്സ്ഡ് വെജിറ്റബിൾസ് ആൻഡ് പീനട്ട് സലാഡ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ആൻഡ് പീനട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചത് ഏകദേശം 1/2 കപ്പ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്താൽ അത്രയും തന്നെ കിട്ടും. ആപ്പിള് ഒരു ചെറുത് കഷ്ണങ്ങളായി മുറിച്ചത്, അതിൻ്റെ സ്കിന്നോട് കൂടി തന്നെ, അതും ഏകദേശം 1/2 കപ്പ്. സവാള ഒരു മീഡിയം സൈസ് ചെറിയ ക്യൂബ്സിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുക്കുക. സലാഡ് കുക്കുംബർ ഒരു ചെറുത്, അതും ക്യൂബായിട്ട് മുറിക്കുക. ഏകദേശം 1/2 മുതൽ 1/4 കപ്പായാലും കുഴപ്പമില്ല. വേവിച്ച കപ്പലണ്ടി 1 കപ്പ്. ഇനി ഡ്രസ്സിങ്ങിന് വേണ്ട ചേരുവകൾ. മയണൈസ് 4 ടേബിൾ സ്പൂൺ, മസ്റ്റേർഡ് പേസ്റ്റ് അല്ലെങ്കിൽ മസ്റ്റേർഡ് സോസ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. അത് നോക്കിക്കോളൂ. കപ്പലണ്ടി എങ്ങനെ പുഴുങ്ങുന്നതെന്ന് വെച്ചാൽ, ഇത് പച്ചക്കപ്പലണ്ടി, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ സാധിക്കും. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പുഴുങ്ങുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. എന്നിട്ട് ഊറ്റിയെടുത്താൽ മതി. ഇതിവിടെ റെഡി. ഇത് ഏകദേശം ഞാനൊരു 1 കപ്പിൽ കൂടുതലുണ്ട്, 1.5 കപ്പോളം പീനട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ആപ്പിളുണ്ട്, അതൊക്കെ ചതുര കഷ്ണങ്ങളാണ്. കുക്കുംബറുണ്ട്, സലാഡ് കുക്കുംബർ, അത് ചതുര കഷ്ണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ചെറിയ കഷ്ണം. ഇത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോയുടെ അകത്തെ അരി എല്ലാം മാറ്റിയിട്ട് അല്ലാണ്ട് എടുത്താണ്. ഒരുപാട് അതിനകത്തുള്ള ആ പൾപ്പി പാത്രം കൊണ്ട് എടുത്താൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും നമ്മുടെ സലാഡ്. അതുപോലെ എന്താ പറയുക, അതിൻ്റെ പുളിയും കൂടുതലായിരിക്കും. പിന്നെ മല്ലിയിലയുണ്ട്. പിന്നെ മസ്റ്റേർഡ് സോസ് അല്ലെങ്കിൽ മസ്റ്റേർഡ് പേസ്റ്റ്, കടുകിൻ്റെ ഒരു സോസാണ്, അല്ലെങ്കിൽ പേസ്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം ഒരു ഡ്രസ്സിങ് നമുക്ക് റെഡിയാക്കാം. ഈ ഡ്രസ്സിങ്ങിന് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന കാര്യം, കുറച്ച് മയോണീസ് ഉപയോഗിക്കും. നിർബന്ധമില്ല, ഇല്ലാതെ ബാക്കി കാര്യങ്ങൾ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഒരല്പം, ഒരുപാടൊന്നും വേണ്ട, ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുരുമുളക് പൊടി ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂണിൽ കൂടുതൽ ഇടുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം. ഇനിയാണ് ഇതിനകത്തേക്ക് കുറച്ച് മസ്റ്റേർഡ് പേസ്റ്റ് ഓർ സോസ്, കടുകിൻ്റെ സോസാണ്. ഇത് വാങ്ങാൻ കിട്ടും. ഒരു 1.5 ടീസ്പൂണോളം എടുക്കുന്നു. വേറൊരു ഫ്ലേവർ കിട്ടും നല്ലതായിട്ട്. കുറച്ച് ഒലിവ് ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നു. ഇനി വേണ്ടത് ഉപ്പാണ്.
പാകത്തിനുള്ള ഉപ്പ്. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളൊരു ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്കെല്ലാം ഒരു മിതത്വം ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിങ്. അതിന് മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്, ഒരല്പം നാരങ്ങാ നീര്, ഒരു 1.5 ടീസ്പൂൺ നാരങ്ങാ നീര്. ഇനി ഒരു നല്ലൊരു മിക്സിങ്. ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. മല്ലിയില നിർബന്ധമില്ല, അതല്ലെങ്കിൽ പാസ്ലി ലീവ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഞാൻ പാസ്ലി ലീവ്സിന് വരെ ഞാൻ മല്ലിയിലയാണ് ഇവിടെ ചേർക്കുന്നത്. കുറച്ച് അതിൻ്റെ തണ്ടോടുകൂടി ചേർക്കും. അതും ഒരു നല്ല ഫ്ലേവറാണ്, നല്ലൊരു ഗ്രീനാണ്, കാണുമ്പോഴും ഒരു ഭംഗിയാണ്, ടേസ്റ്റി കാര്യം. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഡ്രസ്സിങ് ഈസ് റെഡി. ഇനി നമ്മുടെ മിക്സിങ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ. അതായത് നമ്മുടെ സലാഡ് കുക്കുംബറുണ്ട്, പീനട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പീനട്ടാണ് ഇതിലെ പ്രധാന താരം. പുഴുങ്ങിയ കപ്പലണ്ടി, അപ്പോൾ 1 കപ്പോളം കപ്പലണ്ടി. ഇനി 1/2 കപ്പോളം ഒരു കുക്കുംബർ, ഒരു ചെറിയ കുക്കുംബർ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ വലുതിൻ്റെ പകുതി. 1 ക്യാരറ്റുണ്ട്. ഇതെല്ലാം ഏകദേശം ഒരു 1/2 കപ്പ് 1/4 കപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. ഒരു ചെറിയ സവാള, എല്ലാം ക്യൂബ്സാണ്. ടൊമാറ്റോ വിത്തൗട്ട് സീഡ്സ്, കണ്ടു കഴിഞ്ഞാൽ ചുമന്ന ക്യാപ്സിക്കം പോലെ ഇരിക്കുന്നതല്ലേ, അതൊരു ഭംഗിയാണ്. അതുപോലെ ഒരു ചെറിയ ആപ്പിൾ, അതിൻ്റെ സ്കിന്നോട് കൂടിയാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ സ്കിന്നൊക്കെ ഉപയോഗിക്കുന്ന സൂക്ഷിച്ച് വേണം, ഒരുപാട് പൊല്യൂഷനുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നില്ലെങ്കിൽ നിർബന്ധമില്ല. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആപ്പിൾ വിത്ത് സ്കിന്നൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നോക്കിയിട്ട് ഓക്കെ, അല്ലെങ്കിൽ സ്കിന്ന് കളഞ്ഞിട്ട് ചേർത്താലും മതി, അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട്. എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് മിക്സിങ്. ഇതിൽ ഉപ്പ് അങ്ങനത്തെ കാര്യമൊന്നും ചേർക്കേണ്ട. കാര്യം കംപ്ലീറ്റ് ഡ്രസ്സിങ് ഇവിടെ റെഡിയാണ്. അത് അവസാനം ഇതിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ ചേർത്ത് അതിനെ ഭയങ്കര ഗംഭീരമായ സൗന്ദര്യമുള്ള ആളാക്കി മാറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഓക്കെ. ഇത് മയോണൈസൊന്നും ഒരുപാട് നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ട് അതൊരു അൺഹെൽത്തി ആണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതും കൂടി വന്നാലാണ് കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ മയോണൈസ് ഒഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുക. ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആ കപ്പലണ്ടി എല്ലാം ഇങ്ങനെ കിട്ടുക എന്താ ടേസ്റ്റ് അറിയാം. ഇടയ്ക്ക് ആപ്പിളിൻ്റെ ഒരു ചെറിയ മധുരവും, പിന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിൽ അത്യാവശ്യം പുളിയും ഉപ്പും എരിവൊക്കെ ഉണ്ട്. യെസ്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും കിട്ടണം. ഇത് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സലാഡാണ് അല്ലേ. നോക്കിയാൽ പല പല കളേഴ്സിൻ്റെ ഒരു സമ്മിശ്ര സമ്മേളനം. ഇപ്പോൾ ഡ്രസ്സിങ്ങൊക്കെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ യോജിപ്പിക്കുക. ഇത് ഓൾമോസ്റ്റ് റെഡി. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ സെക്കൻഡ് സലാഡ് ഈസ് ഓൾസോ റെഡി. ഇനി ഇതെങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാം കേട്ടോ. ചുറ്റോട് ചുറ്റും ക്യാരറ്റ്സ്, ടൊമാറ്റോസ് ആൻഡ് കുക്കുംബർ എല്ലാം ഹാഫ് സ്ലൈസസ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു അലങ്കാരം ചെയ്യാണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും. ടേബിളിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് എല്ലാവരും കഴിക്കും. നല്ല ഒരു പ്രസൻറ്റേഷൻ അത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്ന്. ഇത് ചുറ്റും സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ. ഞാനീ പറഞ്ഞില്ലേ, തീമാറ്റിക്കായിട്ട് ചെയ്താൽ മതി. ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ കുക്കുംബറുണ്ട്, ക്യാരറ്റ്സ് ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഹാഫ് സ്ലൈസസ് ആക്കി ഇങ്ങനെ ചുറ്റും വയ്ക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ മൂന്നാമത്തെ സാലഡാണ്. അതായത് പൊട്ടറ്റോ ആൻഡ് എഗ് സാലഡ് എന്ന് പറയാം. അതിനകത്ത് മുട്ടയും കൂടി ചെയ്തിട്ടുണ്ട്. പൊട്ടറ്റോ ആൻഡ് എഗ് സലാഡ് ചേരുവകൾ: ഉരുളക്കിഴങ്ങ് വേവിച്ചത്, തൊലിയെല്ലാം മാറ്റി. 2 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങാണ്. അത് അത്യാവശ്യം വലിപ്പത്തിൽ സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കാം, മീഡിയം സ്ക്വയർ പീസസ്. ഗ്രീൻ പീസ് വേവിച്ചത് 1 കപ്പ്. മുട്ട പുഴുങ്ങിയെടുത്തത് 3 എണ്ണം, അതും കുറച്ച് വലിയ ക്യൂബ്സായിട്ട് മുറിക്കുക. ഇനി ഡ്രസ്സിങ്ങിന് വേണ്ട ചേരുവകൾ: മയണൈസ് 4 ടേബിൾ സ്പൂൺ, ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, മസ്റ്റേർഡ് പേസ്റ്റ് അഥവാ മസ്റ്റേർഡ് സോസ് 1 ടേബിൾ സ്പൂൺ, സെലറി സ്റ്റിക്ക് ചെറുതായി നുറുക്കിയത് അല്ലെങ്കിൽ ചതച്ചത് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ആകാം, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇവിടെ മുട്ട പുഴുങ്ങി 3 മുട്ട പുഴുങ്ങി പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ പീസസാണ്. ഉരുളക്കിഴങ്ങ് 2 എണ്ണം മീഡിയം സൈസ്,
പുഴുങ്ങി അതിങ്ങനെ ഇച്ചിരി വലിയ സ്ക്വയർസായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ്, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഇത്. ഏകദേശം ഒരു കപ്പോളം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെന്താ, സെലറിയുടെ തണ്ട്, അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ മസ്റ്റേർഡ് സോസ് ഓർ പേസ്റ്റ്, ഒലിവ് ഓയിലുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയുണ്ട്, നാരങ്ങാ നീരുണ്ട്, ഉപ്പുണ്ട്. ഇവിടെ മയോണൈസ് തന്നെയാണ് കുറച്ച് ചേർക്കാൻ പോണു. 1 2, ഇത് ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ഞാനത് ഏറ്റവും മിനിമത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. അപ്പോൾ മയോണൈസ് ഇപ്പോൾ ഒരു 4 എന്നുള്ളത് ഒരു 6 ആയാലും കുഴപ്പമില്ല. ദാറ്റ് മീൻസ് അത് 6 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 കപ്പ് വരും. അതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണം എന്ന് വെച്ചാൽ സെലറി ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചേർക്കുന്നു. പിന്നെ നമ്മുടെ മസ്റ്റേർഡ് സോസ് ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ, നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി. ഇത് മുട്ടയെല്ലാം ചേർന്ന് വരുമ്പോൾ കുരുമുളക് പൊടി അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷനാണ്. ഇത് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളായി. ഇനി ഇച്ചിരി ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത് ഇന്ദുപ്പാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ സെലറിയുടെയൊക്കെ ഒരു ജ്യൂസ് ഇതിനകത്തേക്ക് ആ ഫ്ലേവർ ഇറങ്ങണം. ആ രീതിയിൽ ഇങ്ങനെ സെലറി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാലും കുറച്ച് നല്ലതായിരിക്കും. ആ ഡ്രസ്സിങ്ങിനൊരു പ്രത്യേക മണമാണ്. ഓക്കെ, ഇതൊരു സൈഡിലിരിക്കട്ടെ. മെയിൻ മിക്സിങ്ങിനുള്ള കാര്യങ്ങൾ: 1 പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ ഗ്രീൻ പീസ്, മുട്ട. എല്ലാ കാര്യങ്ങളും റെഡി. ഇത് ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞയൊക്കെ കുറച്ചൊക്കെ ഇതിനകത്ത് ഇളകി മിക്സായി വരും, അത് കാര്യമാക്കണ്ട. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ സവാളയും കൂടി ചേർക്കാം, നിർബന്ധമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഡ്രസ്സിങ്ങിനകത്തേക്ക് യോജിപ്പിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഡ്രസ്സിങ് എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന പോലെ ആക്കാം. കുറച്ച് പൊട്ടറ്റോയുടെ കഷ്ണത്തിൻ്റെ വലിപ്പത്തിലാണ് മുട്ടയും മുറിച്ചിട്ടിരിക്കുന്നത്, സ്ക്വയേഴ്സായി. മുട്ടയുടെ മഞ്ഞ ഇതിനകത്തേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ മിക്സായി വരും, പൊടിഞ്ഞ് അത് ആദ്യം ആക്കേണ്ട, അതങ്ങനെയാണ്. സോ പൊട്ടറ്റോ ആൻഡ് എഗ് സലാഡും റെഡി. ഇനി ഇത് സെർവിങ് ആയിട്ട് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി നമ്മുടെ പൊട്ടറ്റോ ആൻഡ് എഗ് സലാഡ് പാത്രത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഒരു അടിപൊളി സലാഡ് കൂടി റെഡി. അങ്ങനെ 3 ഹെൽത്തി ആൻഡ് ടേസ്റ്റി യമ്മി സാലഡ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇതിലിപ്പോൾ എക്സ്ട്രാ കാര്യങ്ങൾ, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സോയാബീൻ വേവിച്ചിട്ടുണ്ടെങ്കിൽ അത്, രാജ്മ പയർ വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ അതുപോലെ ചന്ന മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കടലയില്ലേ, നമ്മുടെ കടല, വെള്ളക്കടലയോ കറുത്ത കടലയോ എന്താണെങ്കിലും അത് വേവിച്ചത് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ഇംപ്രൊവൈസേഷൻസ് എന്ത് വേണമെങ്കിലും ആകാം. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ ചേർത്തു. ഇതിലിപ്പോൾ പെപ്പറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആകാം, അല്ലെങ്കിൽ 2 കൂടി ചേർക്കാം. ലെമൺ ജ്യൂസും പിന്നെ മസ്റ്റേർഡ് സോസ് എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ആണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ ഒരു പാർട്ടി നടത്തുമ്പോഴോ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴോ നേരത്തെ ഡിന്നർ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ വരുമ്പോൾ എന്തായാലും കുറേ വിഭവങ്ങളുടെ കൂട്ടത്തിൽ സാലഡ്സ് വേണമല്ലോ. അതിന് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാലഡ്സാണ്. ഇതിന് ചുറ്റും അലങ്കാരങ്ങൾ വയ്ക്കുക. ഇപ്പോൾ പൊട്ടറ്റോ ആൻഡ് ഗ്രീൻ പീസിനാണെങ്കിലും കുറേ ലെറ്റ്യൂസ് ലീവ്സൊക്കെ വെച്ചിട്ട് അത് ചുറ്റും വെച്ചിട്ട് ഇത് നടുക്കായിട്ട് വയ്ക്കാം. അങ്ങനെ ലെറ്റ്യൂസിൻ്റെ നടുക്കായിട്ട് ഈ ഒരു സാലഡ് വയ്ക്കാം. അപ്പോൾ ചുറ്റും ഒരു ഗ്രീനറി ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ 3 സലാഡും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച വിഭവങ്ങളെല്ലാം, അതായത് സലാഡ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമലിലൂടെ കാണാം.